ഹായ് ഡിയേഴ്സ്, എന്തുണ്ട്? സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം നമുക്കിന്നൊരു പാലട പായസം വെക്കാം കേട്ടോ. കിച്ചൺ ട്രഷേഴ്സിൻ്റെ. അപ്പം കൊച്ച് +2 ഒക്കെ പാസ്സായിട്ടുണ്ട്, നല്ല മാർക്കോടി പാസ്സായി, എല്ലാത്തിനും A1 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഞാനൊരു പായസം പോലും വെച്ച് കൊടുത്തില്ല. എന്തൊരു അമ്മയല്ലേ! അതുകൊണ്ട് ഞാൻ നോക്കുന്നത് നമുക്കിന്ന് ഇച്ചിരി പായസം വെച്ച് കൊടുക്കാമെന്ന്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ പായസമൊക്കെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. അവൾ കഷ്ടപ്പെട്ട് പഠിച്ചു, അവൾ ജയിച്ചു, നല്ല മാർക്ക് മേടിച്ചു. 97% മാർക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു മാർക്കാണ് കേട്ടോ. കാരണം ഒരു ട്യൂഷൻ പോലും ഇല്ലാതെ എൻ്റെ കുഞ്ഞ് പഠിച്ച് അത്രയും മാർക്ക് മേടിച്ചു. പക്ഷേ അതിൽ പോലും കുറ്റം പറയുന്ന മനുഷ്യരും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മാർക്കൊന്നും ഒരു കാര്യമോ അല്ല, 99 മാർക്ക് സഹിതം മേടിച്ച പിള്ളേരുണ്ടെന്ന് വരെയാണ് കമ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു കമ്പയറിങ്ങോ ഒന്നും ഇല്ലാതെ വളർത്തിയേക്കുന്നത് കേട്ടോ, സത്യം പറയുവാണെങ്കിൽ. അല്ലെങ്കിൽ ആ കൊച്ചു കൂടുതൽ മാർക്ക് മേടിച്ചില്ല, നീ എന്തുകൊണ്ട് മേടിച്ചില്ല എന്നൊരു അങ്ങനെ ഒരു സംസാരം പോലും നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ല. പിള്ളേരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ വിടുക, അവർ നന്നായിട്ട് പഠിച്ചോളും, അങ്ങനെയുള്ളൂ. CBSE സിലബസിൽ ഇത്രയും മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ അതിനകത്തും കുറ്റങ്ങൾ കണ്ടെത്തി പറയുന്ന മനുഷ്യരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നേരിട്ട് വേണമെങ്കിൽ അവരോട് പോയി ചോദിക്കുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവരുടെയൊക്കെ ഈ കമ്പയറിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാറ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമെന്നാണ് കേട്ടോ. ഞാൻ പറയും, ഇനി ഫ്യൂച്ചറിലേക്ക് ഭവ്യ ഇനിയിപ്പോൾ മെഡിസിൻ എടുക്കാനാണ് താല്പര്യം, അവൾക്ക് പുറത്ത് പോയി പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. കാരണം ഇന്ത്യയിൽ നമ്മൾ 4 ലക്ഷം പിള്ളേരാണ് നീറ്റ് എഴുതിയിരിക്കുന്നത്. അതിൽ 1 ലക്ഷം പിള്ളേർക്ക് മാത്രമേ ഇന്ത്യ സീറ്റുള്ളൂ. അപ്പോൾ അതിലെല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരുപാട് കോച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പഠിച്ചു വന്നവർക്കേ കിട്ടണമെന്നുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് കൂടുതലും പുറത്തോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ പുറത്ത് പോയി പഠിക്കുമ്പോഴത്തേക്ക് ഇനി ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും? ഇവിടെ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അവിടെ പോയി പഠിക്കുന്നത്. കാരണം ഇന്ത്യയിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് തുച്ഛമായ പൈസയിൽ പഠിക്കാം. അതാണ് എല്ലാവരും കൂടുതൽ നമ്മളിങ്ങനെ നീറ്റ് എഴുതി ഇങ്ങനെ കയറാൻ നോക്കുന്നത്. നമുക്ക് പുറത്ത് വിട്ട് പഠിക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത ഷോർട്സിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.